ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നിവിടെ തൊട്ടടുത്തുള്ള ആബേ പാർക്കിൽ ഒരു ഫൺ ഫെയർ നടക്കുന്നുണ്ട്. അപ്പം അത് ചുമ്മാ ഒന്ന് കാണാൻ പോവുകയാണ്. അപ്പം നടന്നാണ് പോകുന്നത്, ഒത്തിരി ദൂരമില്ല. അപ്പം അവിടെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് വെക്കേഷനാണ്, വെക്കേഷൻ മീൻസ് 2 വീക്സ് വെക്കേഷൻ. അപ്പം അവിടേക്ക് ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. മുന്നോട്ട് പോകാനുള്ള വഴി എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് ഞാനാണെങ്കിൽ എൻ്റെ വീട് എവിടെയൊന്ന് ഊഹിച്ചെടുത്തിട്ട് അങ്ങനെ പോയി. നിന്റെ വീട് നിനക്കറിയത്തില്ലേ? എനിക്കറിയാം. അതാ അമ്മ നമ്മൾ വേറെ ഏതോ വഴി എൻട്രി പാർക്കടി. അപ്പോൾ ഇതാണ് ആബേ പാർക്ക്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. വലിയൊരു പാർക്കാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും വരാറില്ല ഇവിടെ. പിന്നെ ഇപ്പം സ്പ്രിംഗ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം മരങ്ങളെല്ലാം പൂത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വെക്കേഷൻ സമയത്ത് ഇവിടെ ഫൺ ഫെയർ ഉണ്ടാവും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വെറുതെ ഒന്ന് ഇവിടെ വരെ വന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ പാർക്കിൻ്റെ ഇങ്ങേ അറ്റത്താണ്. ഫൺ ഫെയർ നടക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ കുറേ ദൂരം നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വലിയൊരു പാർക്കാണെന്ന്. അപ്പം അങ്ങേ അറ്റം വരെ നടക്കാനുണ്ട്. ഇവിടെ കുറച്ച് എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ജിം പോലെ, ഓപ്പൺ ജിം പോലെയൊക്കെ ഉണ്ട്. അപ്പം ആൾക്കാരൊക്കെ ഈവനിങ് ടൈം ആയതുകൊണ്ട് അവിടെ എല്ലാവരും എക്സസൈസൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ മകനും അവിടെ പോയി ഒന്ന് എക്സസൈസൊക്കെ ചെയ്തു. കുറച്ച് നേരം ഇരുന്നപ്പോൾ അവന് ബോറടിച്ചു. പിന്നെ അവനിങ്ങനെ ഇറങ്ങിപ്പോന്നു. ഇവിടെ സ്പ്രിംഗ് സീസൺ ആയാൽ ഇങ്ങനെയാണ്. എവിടെ നോക്കിയാലും പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഈ പാർക്കിലൂടെ നടന്നിട്ടാണ് ഇപ്പം ഫൺഫെയറിൻ്റെ അടുത്ത് എത്തുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാർക്കിലേക്ക് 15 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഈ പാർക്കിൽ കൂടെ തന്നെ ഇപ്പോൾ ഏകദേശം 15 മിനിറ്റോളം ഞങ്ങൾ നടന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-25 മിനിറ്റ് എടുക്കും ഫൺഫെയറിലെത്താൻ. ഇവിടെ നിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫൺഫെയർ നടക്കുന്ന സ്ഥലം കാണാം. പക്ഷെ നമ്മൾ അവിടെ എത്തണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. കാരണം ഞങ്ങളുടെ വീട് അപ്പുറത്തെ സൈഡിലാണ്. പിന്നെ വണ്ടിക്ക് വരുവാണെങ്കിൽ, കാറിൽ വരുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കണ്ട ആ ഗേറ്റിൽ കൂടി അകത്ത് കയറാം. പിന്നെ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഇപ്പോൾ കുറവായിരിക്കും. കാരണം ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ കുട്ടികളെയും കൊണ്ടൊക്കെ ഫൺഫെയറിന് വരും. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി പാർക്കിംഗ് സ്പേസ് ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈവനിങ് ആയതുകൊണ്ട് നടക്കാനും നല്ല രസമാണ്. വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ നടന്ന് തന്നെ വരാമെന്ന്. പിന്നെ പാർക്കിങ്ങിൻ്റെ ടെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൺഫെയറിലെത്തി.
ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റൈഡ്സിലൊന്നും വലിയ തിരക്കില്ല, പക്ഷെ ഒരുപാട് ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് വലിയ സ്പിരിറ്റിലൊക്കെയാണ് മക്കൾ അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരുടെ സ്വഭാവം മാറി. കണ്ടോ, ഈ കാണുന്നതാണ് എന്നെ ഏറ്റവും പേടിപ്പെടുത്തിയത്. അതിൽ കയറിയിരിക്കുന്ന ആൾക്കാർ എങ്ങനെ കയറിയിരിക്കുന്നത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് അത്യാവശ്യം ധൈര്യക്കുറവുള്ളത് കൊണ്ട് തന്നെ ഞാനിതിലൊന്നും കയറിയില്ല. ഇതാണ് സ്കൈ വ്യൂ. ഇതിലൊക്കെ കയറിയിട്ട് എങ്ങനെയാണ് അവർ താഴോട്ടിറങ്ങണേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെയും ഒരു റൈഡിലെങ്കിലും കയറ്റണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചുകൊണ്ടിരുന്ന മക്കൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വിധം മാറി. അവർക്കപ്പോൾ പേടിയായി തുടങ്ങി. ഒരെണ്ണത്തെ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അവർ കുറേ നേരം ഏതേ കയറണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവസാനം അവർ ഫൈനലൈസ് ചെയ്തു. ഇനി അവിടെ കടന്ന് കാണിക്കുന്ന കാട്ടായമാണ് രസം. അങ്ങനെ അവസാനം ഈ ഐസ് ജെറ്റ് കയറാനാണ് അവർ തീരുമാനിച്ചത്. ഒരാൾക്ക് കയറണം, ഒരാൾക്ക് കയറണ്ട. ഒറ്റയ്ക്ക് പോകാൻ ധൈര്യവുമില്ല. അങ്ങനെ കുറേ നേരം അവിടെ കിടന്ന് കളിച്ച ശേഷമാണ് അവരത് കയറിയത്. അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിരുന്നു, എങ്കിലും അവർ എൻജോയ് ചെയ്തെന്നാണ് പറഞ്ഞത്. നമ്മുടെ കുട്ടികളെപ്പോലെയൊന്നും അല്ല കേട്ടോ, ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല ധൈര്യമാണ്. ചെറിയ കുട്ടികളൊക്കെ ഒറ്റയ്ക്കൊക്കെയാണ് ഈ റൈഡിലൊക്കെ അവർ കയറ്റി വിടുന്നത്. എന്ത് ധൈര്യത്തിലാണോ. ഇത്രയും വലിയ മക്കൾ കയറിയിട്ട് തന്നെ എനിക്കിവിടെ ടെൻഷനായിരുന്നു. പക്ഷെ ചെറിയ കുട്ടികളെയൊക്കെ ഒറ്റയ്ക്കാണ് അവർ വിട്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ റൈഡിൽ കയറിയപ്പോഴത്തേക്കും രണ്ടുപേരുടെയും കിളി പറന്നുപോയി. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ മൂന്നാമതൊരു റൈഡിൽ കയറാനുള്ള ധൈര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇനിയും നമുക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ പാർക്കിൽ കൂടെ തന്നെ 15-20 മിനിറ്റ് നടക്കണം. പിന്നെ നമ്മുടെ വീട്ടിലെത്താൻ പിന്നെയും ദൂരമുണ്ട്. അപ്പോൾ ഏതായാലും പോകുമല്ലേ, നമുക്ക് ഈ ഹരിതാപും പച്ചപ്പും ഒക്കെ ഒന്ന് ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ച് നല്ല പൂക്കൾ കണ്ടു. എന്ത് രസമാണ് പൂക്കൾ. പിന്നെ അതിൻ്റെ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ അതൊക്കെ നല്ലോണം കണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ ഈ ചെറിയ തടാകവും അവിടുത്തെ അരയന്നങ്ങളെയെല്ലാം കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോയി. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. വല്ലപ്പോഴേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ, അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. ഈ ഒരു സീസൺ UK ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഇത് കഴിയുമ്പോഴത്തേക്കും തണുപ്പ് തുടങ്ങിയാൽ നമുക്ക് UK ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാർക്ക് നമുക്ക് UK സർവൈവ് ചെയ്യാൻ ഇച്ചിരി പാടാണ് ഈ തണുപ്പിൽ.
ചിലപ്പോൾ അപ്പോൾ കാനഡയിലുള്ളവരൊക്കെ എന്ന് ചോദിക്കും, എനിക്കറിയില്ല കാനഡയിലുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു. UK തന്നെ പിടിച്ചു പോകാൻ നമ്മൾ വിടുന്ന പാട് നമുക്കേ അറിയത്തുള്ളൂ. അപ്പോൾ കാനഡയിലുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കും, അല്ല അതുപോലുള്ള തണുപ്പ് രാജ്യങ്ങളിലുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റില്ല, പക്ഷെ അവർ ഓൾറെഡി ഇപ്പം യൂസ്ഡായി കാണുമായിരിക്കും ആ ഒരു ക്ലൈമറ്റുമായിട്ട്. ഏതായാലും ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞങ്ങളതെല്ലാം കണ്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ആ കിട്ടിയ 10 മിനിറ്റിൽ സൗന്ദര്യം നോക്കുന്ന എൻ്റെ മകളെയാണ് ആ കാണുന്നത്. എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക എന്നുള്ള വ്യാജേനയാണ് പുള്ളിക്കാരി ഇപ്പോൾ സൗന്ദര്യം നോക്കുന്നത്. അപ്പോൾ റൈഡിലൊക്കെ കയറി അവർ രണ്ടുപേരും ഏകദേശം കിളി പോയ അവസ്ഥയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ ബൈ.